ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക, നീ അല്ലേ കിടന്നു കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക. ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും? അല്ലെ നമ്മൾ അത് എന്തുകൊണ്ട് പറയുന്നു? നമുക്ക് അഖിൽ പറഞ്ഞ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു സൈബർ ബുള്ളിങ്. ജാസ്മിൻ ഗബ്രി ഒരു പ്രണയമാണെങ്കിലും പക്ഷെ ആൾക്കാർക്ക് അതൊരു വൾഗർ ആയിട്ടുള്ള ഒരു പ്രണയമായിട്ട് തോന്നുന്നുണ്ട്. അതിനെങ്ങനെയാണ് ചോദിക്കുന്നത്? ജാസ്മിന്റെ വൃത്തിയില്ലായ്മ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ടല്ലോ. അപ്പൊ ഇത് വിവാദ പരാമർശം വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയ സ്ത്രീകൾക്കെതിരെ കേട്ടായിരുന്നു? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പലരും കമന്റിലൂടെ പറയുന്നുണ്ട് അഖില് കാണിച്ചൊരു ധൈര്യത്തെ, ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു തുറന്ന പരാമർശം നടത്താൻ കാണിച്ച ധൈര്യം. പക്ഷേ അതൊരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടാകരുത്. പ്രത്യേകിച്ച് സീസൺ 5 സ്ത്രീകൾ പലരും, സ്ത്രീകളിൽ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു, പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത്. അത് അഖില് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ തെളിവുണ്ടെന്ന്. തെളിവ് തരാത്ത പക്ഷം അതൊരു എന്താ പറയട്ടെ ആരോപണം മാത്രമാണ്. അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും, നേരെ മറിച്ച് അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് വിഷയം സംസാരിക്കേണ്ടതും. പക്ഷെ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കടം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യനെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ, ഗ്രഡ്ജുള്ളതുപോലെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ പേര് സധൈര്യം തുറന്നു പറയാൻ അഖിലെ ഒരു തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട്. കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീയല്ലേ ആ ഏഷ്യനെറ്റിലെ ആളുകൾ കൂടെ പോയതെന്നുള്ള കമന്റുകളും മെസ്സേജുകളും എനിക്കുണ്ട്. ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എന്റെ കൂടെ മത്സരിച്ച മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും ഇല്ല എത്രത്തോളം അവര് ഒരു തെറ്റിന്റെ നേരെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നാദരയുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിൽ. ഈ പറഞ്ഞ കണക്ക് ഇതിന് പിറകെ ഇത്തരം വിഷയങ്ങൾ നടന്നതായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ എന്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്കുണ്ടായില്ല. പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവർ തുറന്നു പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ്. രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെ എനിക്ക് പങ്കില്ല. അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന ഇല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണാൻ നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ചാണ് അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം, സംസാരിക്കണം, അതൊരു വിഷയമാക്കണം. അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുന്നു പറയുകയും വേണം. പക്ഷേ ഇത് ആരുടെങ്കിലും പേര് അഖിൽ അങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്ന ഞാനടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ്. അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അഖിൽ പറയുന്നുണ്ട് അഖിലിനെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലിനെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിൻ്റെ ഒരു വിഷയം മതി. ഇല്ലാത്ത പക്ഷം അഖിൽ 102 ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യ കാരണത്താൽ അഖിൽ പുറത്തു പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. പുറത്തു പോയി അകത്തേക്ക് വന്ന ആളാണ് അഖിൽ. അപ്പൊ ആ സമയത്തും പുറത്താക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ശോഭനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു. അന്നൊരു വിഷയം ഉണ്ടായാൽ മതി, പോട്ടെ. ജുനൈസിന് തുണിവുക്കി കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യനെ ഏത് സമയത്തും പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങളാണ് അത് പറയേണ്ടത്. അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത്. അത് ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച തെറ്റാണ്. എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാമായിരുന്നു, അത് അവർ ചെയ്തില്ല. അപ്പൊ അഖിലിനെ ഫേവറിസം ചെയ്തെന്നും നമുക്ക് പറയാം. പക്ഷെ ഞാൻ പറയില്ല, കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ്. അതിൽ ഡിസർവിംഗ് ആണ് അഖിൽ. ആ ഡിസർവിങ്ങിനെ പക്ഷേ കോട്ടം തട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഖിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അത് സിബിൻ അല്ലേ ഈ വിഷയം സംസാരിക്കേണ്ടത്. സിബിന് പറയാത്തോടത്തോളം കാലം എവിടെ നിന്നെങ്കിലൊക്കെ, പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ടീമിനെ പറ്റി അഖിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അഖിലിന് ഈ പൈൽസിന് അസുഖം വന്നപ്പോൾ പോലും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തൊരു വലിയ മെഡിക്കൽ ടീം ഏഷ്യനെറ്റും ബിഗ് ബോസിനും ഉണ്ടെന്നുള്ളത്. ഞാൻ ഏഷ്യനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറൊരു ആളുടെ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നപ്പോൾ ഞാൻ അതിനെ ചലഞ്ച് ചെയ്യുകയും അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത ഒരാളാണ്. പക്ഷേ ഇത്തരം നിലവാരമില്ലാത്ത കമന്റുകളെ എനിക്ക് നോക്കി കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം അവിടെ കൃത്യമായ ഒരു നല്ല കരുത്തുള്ളൊരു മെഡിക്കൽ ടീം, അത് ഒരാളല്ല, രണ്ടുപേരല്ല, ഒരു വലിയ കൂട്ടം മനുഷ്യർ വളരെ ഷിഫ്റ്റിംഗ് കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു മെഡിക്കൽ ടീമിനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയില് വിജയിയായ അഖിൽമാരെ പോലെ ഒരാള് ഇങ്ങനെ വന്നിട്ട് സ്ത്രീകൾ എന്നോട് ക്ഷമിക്കും അങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടായതാണ്. അപ്പൊ സ്ത്രീകൾ കൂടെ കിടന്ന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വരെ പറയാനുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? അത് ഉണ്ടായിക്കൂടായില്ലല്ലോ. ചിലപ്പോൾ ഉണ്ടാകാം, അഖിലിന്റെ ഭാഗത്തേക്ക് തെളിവടക്കമുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് പറയുമ്പോൾ സദൈവം അത് പേരെടുത്ത് പറയാനോ ഇല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രീതിയിലെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഇത് ഒരു കൂട്ടം ആളുകളെയല്ല അത് ബാധിക്കുക.
അത് ഒരാളെന്നോ ഒരാളാണെങ്കിൽ പോലും അത് ആരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക, നീ അല്ലേ കിടന്നു കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക. ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും? അല്ലെങ്കിൽ നമ്മൾ അത് എന്തുകൊണ്ട് പറയുന്നു? നമുക്ക് അഖിൽ പറഞ്ഞ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ എന്റെ സ്റ്റോറി നോക്കി നമുക്ക് മനസ്സിലാവും. എന്നെ പലപ്പോഴും കമന്റിലും മിക്കയിടത്ത് മെൻഷൻ ചെയ്യുന്നു ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞിട്ട്. അതിപ്പം ഞാൻ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു, എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നു നിങ്ങളടുത്ത്. പക്ഷേ ഇതുപോലെ പലരുടെയും കമന്റ് ബോക്സുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടിന് കാരണക്കാരൻ അഖിലാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ സിബിൻ പുറത്താക്കിയതാണ്, ബിഗ് ബോസ് പുറത്താക്കിയാണെന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു ഫേവറിസം അല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പൊ ഗബ്രി അവര് കാണിക്കുന്ന ഈ പ്രണയം ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു ആരോപണം ഈ ജാസ്മിന് വേണ്ടി ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതിനെന്താണ് നോക്കിക്കാണുന്നത്? എല്ലാ കാലത്തും ബിഗ് ബോസിന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി കണ്ടസ്റ്റന്റ് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും മുൻപ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അഖിൽ മാരാർ എന്ന ഒരു വ്യക്തിനെ വിജയിപ്പിക്കാനായിട്ട് ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് നാദർ നിന്നിട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. അത് പറയാത്തോടത്തോളം കാലം എൻ്റെ സീസണിൽ എനിക്ക് പറയാൻ പറ്റും ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്നുള്ളത്. ഇപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ഇതിന്റെ വിശ്വാസ്യത എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എനിക്കും മനസ്സിലായി. അത് ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് ബിഗ് ബോസിന്റെ കടമയാണ്. പലപ്പോഴും പുറത്തിറങ്ങിയ പലരും ഈ വിഷയങ്ങളിൽ ജാസ്മിനോട് ബിഗ് ബോസ് ഒരു ഫേവറിസം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അഖിൽമാരെ ഇങ്ങനെ പ്രസ്താവന നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയോ ഈ വിഷയം അത് ഒരു കാര്യം മനസ്സിലാക്കാം. ഇപ്പം പലരും ചോദിച്ചു, എനിക്ക് തോന്നുന്നു കുറച്ച് മുൻപ് മീഡിയാസ് ചോദിച്ചിരുന്നു അഭിഷേകിന്റെ വിഷയം, അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഖിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാനത് കണ്ടിട്ടില്ല പൂർണ്ണമായിട്ട്, ഞാൻ ഇപ്പോൾ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷനോട് ചോദിച്ചു, അഖിൽ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യോ? ഞാനത് ഉറപ്പിച്ചു പറഞ്ഞു. കാരണം അഭിഷേക് എന്നുള്ള ഒരു മത്സരാർത്ഥിയെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുകയും ഇല്ലെ ഭയങ്കരമായിട്ട് അവൻ എന്തായി കാണിച്ചു കൂട്ടുന്നേ, അവൻ ഭയങ്കര ക്യൂർഫോബിക് ആണല്ലോ എന്നൊക്കെ എന്നോടും സെറീനോടൊക്കെ അഖിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെടുത്ത് അഖിൽ നിലവിൽ വന്നൊരു ലൈവില് അഭിഷേക് നല്ലൊരു കണ്ണിൽ തീയുള്ള ഒരു മനുഷ്യൻ, ഒരു ഫയറായ ഒരാളെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫറെന്റ് ഒപ്പീനിയൻ ആയിട്ട് തോന്നുന്നു. കാരണം ഞങ്ങളോട് ആദ്യ കാലങ്ങളിൽ ഞാൻ അഖിലോട് പറഞ്ഞു അഖിൽ ഇങ്ങനെ വിഷയമുണ്ട്. അപ്പൊ അഖിൽ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് അതിന് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുന്നില്ല, എനിക്കത് നിലവിൽ ഞാൻ മത്സര വിന്നർ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പറയണം നിർബന്ധം ഞാൻ പറയുന്നില്ല, അത് അഖിലിന് ഇഷ്ടമാണ്, അഖിൽ ഇഷ്ടമുള്ളപ്പോൾ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ അന്ന് വിയോജിപ്പോടുകൂടി അഭിഷേകിനെ പറഞ്ഞ ഒരാൾ പെട്ടെന്ന് അഭിഷേകിന് മാരകമായ സപ്പോർട്ട് ഉണ്ടെന്ന എല്ലാ ഒരു തെറ്റിദ്ധാരണയാണോ എന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു മെയിൽ ഷോവിനിസം നടത്തുന്ന ആളുകളുടെ ഒരു പിന്തുണയ്ക്ക് നടത്തിയ ഒരു ചീപ്പ് ഡ്രമാറ്റിക്കൽ സ്ഥാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് അഖിലിനെ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല. അങ്ങനത്തെ ഡബിൾ ഒപ്പീനിയൻ പറഞ്ഞവരോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ലൈവ് കാണില്ല, പക്ഷെ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാണുന്നുണ്ട്. അല്ലാതെ ഞാൻ ഇപ്പം കാണുന്നില്ല. കാരണം ഇപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ അപ്പുറത്തെ എപ്പിസോഡുകളിലൊന്നും വലുതായിട്ട് രസകരമായ സംഭവങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു തിരക്കേറെ ലൈഫ് ഉള്ളത് കൊണ്ടാണ് ഞാനത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്. അല്ല, നമ്മൾ ഈ ആദ്യ സീസൺ തൊട്ട് കാണുമ്പോൾ ദിവ്യമായ കുറെ പ്രണയങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഏറ്റവും ലാസ്റ്റ് ഒരു സീസൺ എടുക്കുമ്പോൾ ഈ ജാസ്മിൻ ഗബ്രി ഒരു പ്രണയമാണെങ്കിലും പക്ഷെ ആൾക്കാർക്ക് അതൊരു വൾഗർ ആയിട്ടുള്ള ഒരു പ്രണയമായിട്ട് തോന്നുന്നുണ്ട്. അതിനെങ്ങനെയാണ് ശരിക്കും കാണുന്നത്? പലപ്പോഴും നമ്മളൊരു റിയാലിറ്റി ഷോയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജെന്യൂൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതാണ് പുറത്തെ ലൈഫ് എന്ന് പറയുമ്പോഴും അതിലെല്ലാ മനുഷ്യരെയും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടി വരില്ല. കാരണം ഞാനിപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് തെറി പറയുന്ന ഒരാള്, ഭയങ്കരമായിട്ട് ജസ്റ്റിസ് കാണിക്കുന്ന ഒരാളായിട്ട് ഞാൻ എപ്പോഴും എന്നെ ഉപമിക്കുന്നതുകൊണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ കാണിക്കുന്നല്ല, അങ്ങനെ കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നെ ബിഗ് ബോസിൽ എടുക്കണ്ടാവില്ല. അതൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ടല്ല ഒരു ആളും ഡെയിലി ലൈഫിൽ നിൽക്കാം. പക്ഷെ നമ്മൾ ബിഗ് ബോസ് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഫിൽറ്റേഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്പേസിൽ പോലും, അല്പമെങ്കിലും ഫിൽറ്റേഡ് ആയിട്ട് നിൽക്കേണ്ട സ്പേസിൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഫേക്ക് ആകണം എന്നല്ല, റിയൽ ആയിരിക്കണം. റിയലിൽ പോലും നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റി ഷോ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കേണ്ട ആൾക്കാരായിരുന്നു ജാസ്മിനും ഗബ്രിയും. അവരത് നിന്നില്ല. അത് നിൽക്കാത്തതിന്റെ പക്ഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈബർ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ജാസ്മിന്റെ വൃത്തിയില്ലായ്മ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ പൊതുവെ ഈ ബിഗ് ബോസിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ്? കുറച്ച് ഹൈജീനിക് ആകണം നമ്മളെല്ലാവരും. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ്, ചിലപ്പോൾ ഞാൻ വീട്ടിൽ ന്യൂഡായിട്ട് ഞാൻ നടക്കുന്ന ആളായിരിക്കും, പക്ഷെ അതുപോലെ ഇവിടെ നടക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടി ചില സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതില് നമ്മളത് സംസാരിച്ചു. പക്ഷെ അതൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിന് തെളിവ് വേണം. അത് ഒരു കൂട്ടം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചിന്തിച്ച് സംസാരിക്കണം. അത് അഖിൽ ചെയ്തില്ല എന്നുള്ളതാണ്. അത് അഖിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പിന്നെ തിരുത്തിയപ്പോഴും അത് പ്രശ്നമുണ്ടാക്കാം. തിരുത്തിയപ്പം ചില ആളുകളെ പറ്റി പറഞ്ഞു. ഈ ചില ആളുകൾ എന്നുള്ളതും പ്രശ്നമാണ്. ചില ആളുകളിലും നമ്മൾ പെടും എന്നുള്ളതാണ്. അപ്പം അത് ആരാണെന്ന് പറയാം
നമുക്ക് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് ആരാന്ന് പറയാത്തിടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിർബന്ധിച്ച് നിൽക്കേണ്ടി വരുന്ന ആളുകളായിട്ട് മാറുന്നു. ഈ അഖിൽമാരൻ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ തെളിവുകൾ ശ്രമിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ആ സീസണിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾ ചിലർ വോയിസ് ക്ലിപ്പുകൾ അടക്കം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ സുഹൃത്തുക്കളടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പരാമർശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ താങ്കളോട് നടത്തിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഇതിന് ഇത്തരം വിഷയങ്ങളെ പറ്റി മുൻപ് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര സത്യാവസ്ഥയാണ്. ഇപ്പൊ ഞാനും മറ്റൊരു സുഹൃത്തും കൂടെ ഇതിനെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പരസ്പരം ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ തെളിവുകളില്ല. നാളെ അഖില് മറ്റൊരാളുടെ കോൾ സംഭാഷണം പുറത്തേക്ക് വിടുകയാണ്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ മൂലത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ ഇടയിൽ വരുന്ന ചർച്ച, അവരുടെ കംഫർട്ട് സോണിൽ അവർ സംസാരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. പക്ഷെ അതൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ കൂട്ടം ജനങ്ങൾക്കിടയിൽ അത് പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. പക്ഷെ ഞാനും ഇതാ നിൽക്കുന്ന സുഹൃത്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ തീരേണ്ട ഒരു വിഷയം വലിയൊരു കൂട്ടം ആളുകൾ എത്തുമ്പോഴത്തേക്കും അത് നമ്മൾ കുറേ പേരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മറ്റത് രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ്. അപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, പുറത്ത് ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് അഖിൽമാരെ പറഞ്ഞത് കോൺട്രാക്ട് തീർന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വെളുപ്പത്തിന് നടക്കണമെന്നാണ്. അപ്പൊ അദ്ദേഹം അതൊരു റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. റീച്ചിന് അഖിലിന് റീച്ചിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതൊരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മീഡിയക്കാർ അഖിലിനെ എൻജോയ് വേണ്ടി കാത്തിരിക്കും, അതിന് വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തേക്കാം. അപ്പം അതൊരു വലിയൊരു ലൈം ലൈറ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്.